ഹലോ, ഞാൻ ജിത്തു വിൽസം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ശരാശരി മലയാളിയുടെ ജീവിത നിലവാരം, അവർ ചെയ്യുന്ന തെറ്റുകൾ, ഇതിനെ കുറിച്ചാണ്. നിങ്ങളുടെ സമ്പത്തും പണവും വളരുന്നത് ജോലിയുടെ വരുമാനം നേടുന്നതിന് നിന്ന് മാത്രമല്ല, ശരിയായ സാമ്പത്തിക മാനേജ്മെന്റിന്റെ സഹായത്തിലും കൂടെയാണ്. എന്നാൽ മിക്ക മലയാളികളും സാമ്പത്തിക മാനേജ്മെന്റിൽ പരാജയപ്പെടുകയും ചില വലിയ തെറ്റുകൾ വരുത്തുകയും ചെയ്യും. ഈ പിഴവുകൾ കാരണം മിക്കവരും എക്കാലവും മിഡിൽ ക്ലാസ്സായി തന്നെ ജീവിതം തീർക്കുന്നു. സാധാരണ ഒരു മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആൾക്കാരുടെ ആഗ്രഹം ഒരു അപ്പർ ക്ലാസ്സായി മാറണമെന്നാണ്. പക്ഷെ എല്ലാവരും പറയുന്ന കാര്യമാണ്, അതുതന്നെയാണ് ഞാനും പറയുന്നത്, മിഡിൽ ക്ലാസ് എപ്പോഴും മിഡിൽ ക്ലാസ് തന്നെ ആയിരിക്കും. വലിയ വ്യത്യാസങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അതിന്റെ കാരണങ്ങളെ കുറിച്ച് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് അതിനെ തിരുത്താൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന പിഴവുകൾ അല്ലെങ്കിൽ അതിന്റെ ആഘാതങ്ങൾ വളരെ വലുതാണ്. പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വേണ്ടത്ര പണം ലാഭിക്കാൻ സാധിക്കില്ല. ഫിനാൻഷ്യൽ മിസ്റ്റേക്സ് ബൈ മലയാളീസ്. എമർജൻസി ഫണ്ട് ഇല്ലാത്തത്. നിങ്ങൾ എപ്പോഴും ഒരു എമർജൻസി ഫണ്ട് സൂക്ഷിക്കണം. നിങ്ങളുടെ ഭാവി പെട്ടെന്ന് അനിശ്ചയത്തിലാണെന്നുണ്ടെങ്കിൽ ആ എമർജൻസി ഫണ്ട് നിങ്ങളെ സഹായിക്കും റിക്കവറായി വരാൻ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് വർഷം മുമ്പേ COVID-19 വന്നു. ആ സമയത്ത് ലോക്ക്ഡൗൺ വന്നു. പല ബിസിനസ്സുകളും ആ സമയത്ത് പൂട്ടിപ്പോയി. ചില ബിസിനസ് പൂട്ടിപ്പോയെങ്കിലും പിന്നീട് റിക്കവർ ചെയ്തെടുത്തു കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ. ചില ബിസിനസ്സുകൾ ലോക്ക്ഡൗൺ പീരീഡ് കഴിഞ്ഞപ്പോൾ തുറക്കുകയും ചെയ്തു. പക്ഷെ എന്നാലും അവിടെ വലിയൊരു പ്രശ്നം സംഭവിച്ചു. ബാക്കപ്പ് ഓപ്ഷൻ അവിടെ മുമ്പിൽ ഇല്ലായിരുന്നു. ഈ ബാക്കപ്പ് ഓപ്ഷനെയാണ് ഇവിടെ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് ഒരു ലോക്ക്ഡൗൺ വന്നു. ആ സമയത്ത് സ്ഥാപനങ്ങളിൽ അടച്ചിട്ടു. ആ സമയത്ത് ഒരുപാട് സൂയിസൈഡുകൾ നടന്നു. കൊറോണ കാരണം സൂയിസൈഡ് നടന്നത് പല കാരണങ്ങളിലൂടെയാണ്. ഈ മൊബൈലിലൂടെ കടമെടുക്കാൻ പറ്റുന്ന, മൊബൈൽ വഴി ലോൺ എടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റന്റ് ലോൺ ആപ്പുകൾ, പ്രധാനമായിട്ടും ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പ്രവർത്തിച്ച അനധികൃതമായിട്ടുള്ള ആപ്പുകൾ ഉൾപ്പെടെ അനേകം പേര് വായ്പ എടുത്തു. അനധികൃതമല്ലാത്ത അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള ആപ്പുകളിലൂടെയും അനേകം പേര് ലോൺ എടുത്തു. ഇൻസ്റ്റന്റ് മണി ട്രാൻസ്ഫർ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട്. അതിനുവേണ്ടി ഒരുപാട് NBFC-കളുണ്ട്. അവരെല്ലാം ഇങ്ങനെ എത്ര ചോദിച്ചാലും പണം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. സാധാരണ ബാങ്കിൽ പോയി നമ്മൾ പണം എടുക്കുമ്പോൾ സിബിൽ സ്കോറൊക്കെ നോക്കിയിട്ടേ കൊടുക്കുകയുള്ളൂ. ഇവർ സിബിൽ സ്കോർ കുറവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് രൂപ മൊബൈൽ ഫോൺ വഴി ലോക്ക്ഡൌൺ സമയത്ത് എടുത്തു. ലോക്ക്ഡൌൺ വീണ്ടും നീട്ടി കൊണ്ടിരുന്നു. സമയത്തിന് ലോക്ക്ഡൌൺ മാറുമെന്ന് നമ്മൾ ചിന്തിച്ചെങ്കിലും വീണ്ടും അത് നീട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ ചില ആപ്പുകളാണെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ പേഴ്സണൽ ഡാറ്റ ചോർത്തിയെടുത്തു. തല വെട്ടി വെച്ചിട്ട് പകരം ശരീരത്തിന്റെ താഴെ തല മാത്രം എടുത്തിട്ട് തല ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് താഴോട്ട് ഉള്ള ഭാഗം വേറെ അശ്ലീല വീഡിയോകളെ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ആൾക്കാരെ ഭയപ്പെടുത്തി, പേടിപ്പിച്ചു. അപ്പോൾ ഒരുപാട് പേര് എങ്ങനെയെങ്കിലും ഇതിൽ പണം ഒപ്പിച്ചുകൊണ്ട് ഈ ആപ്പുകളുടെ ലോണെല്ലാം ക്ലോസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഒരു ഫോണിൽ നിന്ന് ലോൺ എടുത്ത ആൾക്കാർ, കുടുംബമായിട്ട് സൂയിസൈഡ് ചെയ്ത ആൾക്കാരും കേരളത്തിലുണ്ട്. അത് മാത്രമല്ല, നോർമൽ കടം കയറി സൂയിസൈഡ് ചെയ്ത ആൾക്കാരുണ്ട് ബിസിനസ് പൊട്ടിപ്പോയപ്പോൾ. കോർപ്പറേറ്റുകൾക്ക് ആ സമയത്ത് ലോക്ക്ഡൌൺ ആണെങ്കിൽ പോലും ആൾക്കാർക്ക് വീട്ടിൽ ഇരുന്ന് വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നതിലൂടെ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റി. കൂടുതലായിട്ടും IT മേഖലയിലൊന്നും വലുതായിട്ട് ആ ഒരു ഇമ്പാക്ട് സംഭവിച്ചില്ല. അവിടെ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചു. ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞാൽ കൊറോണയുടെ സമയത്ത് മാത്രമല്ല ഉണ്ടായത്. വെസ്റ്റേൺ രാജ്യങ്ങളിലെല്ലാം അപ്പോഴും ഇപ്പോഴും മുമ്പും കൊറോണ വരുന്നതിന് മുമ്പേയും വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇവിടെ ആൾക്കാർ ആ സമയത്താണ് ഫെമിലിയർ. അതുകൊണ്ടാണ് IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും പിന്നെ BPO ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് VPN ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്തു. അങ്ങനെ പല ആൾക്കാർക്കും ബാങ്കിങ്ങിലും അതുപോലെ നോൺ ബാങ്കിങ് ആയിട്ടുള്ള BPO ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്കും IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അതൊന്നും ബാധിച്ചില്ല. പക്ഷെ ഒരുപാട് ബിസിനസ്സിൽ കൂട്ടിപ്പോയി. മാത്രമല്ല, അല്ലാത്ത തൊഴിൽ ചെയ്യുന്നവരൊക്കെ അത് വ്യാപകമായ രീതിയിൽ ബാധിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ഒരു എമർജൻസി ഫണ്ട് കരുതി വെക്കണമെന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ചെയ്യാനുള്ള കാര്യം 3 മാസമോ അല്ലെങ്കിൽ 6 മാസം വരെ ഒരു ഫിനാൻഷ്യൽ സോഴ്സിന്റെ സഹായമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഒരു പണം സ്വരൂപിച്ച് വെച്ചിരിക്കണം. ഗോൾഡിന്റെ രൂപത്തിലാണെങ്കിലോ വേറെ ഏതെങ്കിലും രൂപത്തിലാണെങ്കിലോ കുറച്ച് ഫണ്ട് എപ്പോഴും കരുതി വയ്ക്കണം. ലിക്വിഡ് മണി ആയിട്ട് കരുതാൻ ഞാൻ പറയുന്നില്ല, ബാങ്കിൽ ഇട്ടിരുന്നാലും മതി. എപ്പോഴും ആ ഒരു ഫണ്ട് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയും പോലെ എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ഉപയോഗിക്കാം. ഇനി ലോക്ക്ഡൌണിന്റെ കാര്യം മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു, കുറച്ചു കാലം ബെഡ് റെസ്റ്റ് എടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ആക്സിഡന്റ് നടന്നു, ബെഡ് റെസ്റ്റ് എടുക്കേണ്ടി വന്നു, ആ സമയത്ത് ഫിനാൻസ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എമർജൻസി ഫണ്ട് അത്യാവശ്യമാണ്.
കൂടുതൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരാളും നിങ്ങൾക്ക് സാലറി തരില്ല, നിങ്ങൾ തന്നെയാണ് ബിസിനസ് നിന്ന് പണം ജനറേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ സ്റ്റാഫുകൾക്ക് മാത്രമാണ് സാലറി കൊടുക്കുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യണം? എപ്പോഴും ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ 3-6 മാസം വരെ കയ്യിൽ സൂക്ഷിക്കാൻ ഒരു എമർജൻസി ഫണ്ട് കരുതി വെക്കണം. ലോക്ക്ഡൌൺ മാത്രമല്ല, ഇതുപോലെ പല ആക്സിഡന്റോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ റിക്കവർ ചെയ്ത് വരുന്നത് വരെയുള്ള സാമ്പത്തിക കയ്യിൽ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടെത്തിക്കും. എപ്പോഴും ചെയ്യേണ്ട കാര്യം, അഥവാ നിങ്ങളുടെ കയ്യിൽ എമർജൻസി ഫണ്ട് സ്വരൂപിക്കാൻ സാധിച്ചില്ല, അതിനുശേഷമാണ് ഇങ്ങനെ സ്വരൂപിക്കാൻ സാധിക്കാതിരുന്ന ഒരു അവസ്ഥയിലാണ് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നത്, ബാക്കപ്പ് ഓപ്ഷൻ ഒന്നുമില്ല, എന്നാൽ ഒരിക്കലും ലോൺ എടുക്കരുത്. ആ സമയത്ത് ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് വലിയ ബാധ്യതയിൽ കൊണ്ടുവിടും. ഈ സിബിൽ സ്കോർ കുറഞ്ഞ് ലോൺ കൊടുക്കുന്ന പല NBFCകളുണ്ട്. അവർ ചെയ്യുന്ന കാര്യം, അവർ സിബിൽ സ്കോർ നോക്കുന്നില്ല എന്നുണ്ടെങ്കിലും അതനുസരിച്ച് ഇൻട്രസ്റ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കും. അത് വലിയ സാമ്പത്തിക ക്രമക്കേടിലേക്ക് നയിക്കുകയും സൂയിസൈഡിൽ നയിക്കുകയും ചെയ്യും. അതുപോലെ ഡിപ്രഷൻ പോലെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ആ ഒരു ബാക്കപ്പ് ഓപ്ഷൻ, ഒരു എമർജൻസി ഫണ്ട് എപ്പോഴും 3 മാസം മുതൽ 6 മാസം വരെയുള്ള പണം നേരത്തെ കരുതി വയ്ക്കണം. മലയാളികൾ ചെയ്യുന്ന അടുത്ത തെറ്റാണ് വെറുതെ കടം എടുക്കുന്നു, വെറുതെ ലോണുകൾ എടുക്കുന്നു. മിക്കവരും ചെയ്യുന്ന ഒരു തെറ്റാണിത്. കടമെടുത്ത് അവരുടെ ആഡംബര ആവശ്യങ്ങൾ നടത്തുന്നു. ആഡംബരങ്ങൾക്കായി ചിലവഴിക്കാൻ ഒരിക്കലും കടം എടുക്കരുത്. നിങ്ങൾ പണം ആവശ്യമെങ്കിൽ ആരിൽ നിന്നും വെറുതെ കടം വാങ്ങരുത്. അഥവാ നിങ്ങൾ കടം വാങ്ങുമ്പോൾ അത് കൃത്യസമയത്ത് തിരികെ നൽകുക. എല്ലാ മാസവും നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബിൽ പൂർണ്ണമായി അടയ്ക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് ഉപയോഗിക്കുന്നത് നിർത്തുക. ക്രെഡിറ്റ് കാർഡുകൾ ഉയർന്ന പലിശ ഈടാക്കും. ഇത് നിങ്ങൾ അവഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എളുപ്പത്തിൽ കടക്കണിയിൽ വീണേക്കാം. ഇത് ചില ആൾക്കാർ പറയുന്ന കാര്യം, എനിക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടി. ചില ക്രെഡിറ്റ് കാർഡൊക്കെയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം കാർഡുകളൊക്കെ ആണെങ്കിൽ സാധാരണക്കാർക്ക് കിട്ടത്തില്ല. സാധാരണ ബിസിനസ് ചെയ്യുന്നവർക്ക്, സാധാരണ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടും. പക്ഷെ ചില പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിലും ചില കമ്പനികളുടെ എംപ്ലോയീസിനാണ് കുറച്ചും കൂടെ പ്രീമിയം കാർഡുകൾ ആഡംബരത്തിൽ പറയുന്നത്. എനിക്ക് ഈ ബാങ്കിന്റെ പ്രീമിയം കാർഡ് കിട്ടി. ക്രെഡിറ്റ് കാർഡ് വിരളമായിട്ട് സാധാരണക്കാർ കിട്ടും, എല്ലാവർക്കും കിട്ടത്തില്ല. പക്ഷെ ചില കമ്പനികളിൽ ജോലി ചെയ്യുന്ന, നല്ല റെപ്യൂട്ടഡ് ഫേമിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വലിയ പ്രീമിയം കാർഡ് കിട്ടും. പിന്നെ അവർക്ക് എയർപോർട്ടിൽ ലോഞ്ചിലൊക്കെ പോകുമ്പോൾ ഒരു ആക്സസിബിലിറ്റി ഒക്കെ ആ കാർഡ് ഉപയോഗിച്ച് കിട്ടും. പിന്നെ ഒരുപാട് ഓഫറുകൾ കിട്ടും. അതുകൊണ്ട് ഈ കാർഡൊക്കെ എടുത്ത് വെച്ച് വലിയ ആഡംബരത്തിൽ കാണിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ക്രെഡിറ്റ് കാർഡ്, എനിക്ക് ഈ കാർഡ് കിട്ടി എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ വെറുതെ ഇങ്ങനെ വലിയ ആളാവാൻ ശ്രമിക്കും. അങ്ങനെ ആളാവുന്നത് അപകടത്തിലേക്ക് നയിക്കും. കാരണം ഈ ക്രെഡിറ്റ് കാർഡുകൾ ഒരിക്കലും പണം ഇങ്ങോട്ട് കൊണ്ടുവരുന്നതല്ല, അത് മനസ്സിലാക്കണം. നിങ്ങൾ ഉപയോഗിക്കുന്ന ബാലൻസ് അതുപോലെ തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇൻട്രസ്റ്റും ഈടാക്കും. മിനിമം എമൗണ്ട് അടയ്ക്കേണ്ടി വരും. ഈ മിനിമം എമൗണ്ട് ഡ്യൂ എന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിന്റെ 5% ആയിരിക്കും സാധാരണ. ഈ മിനിമം എമൗണ്ട് ഡ്യൂ അതിന്റെ 5%, അതുപോലെ എത്ര രൂപയാണോ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തിയത് അതിന്റെ 12% ഇതുപോലെ അടയ്ക്കേണ്ടി വരും. അങ്ങനെ അടച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ബൗൺസ് ചാർജും കൂടെ ഉണ്ട്. സാധാരണ ലോണൊക്കെ മുടങ്ങുമ്പോൾ ബൗൺസ് ചാർജ് വരുമ്പോൾ 1000 രൂപയൊക്കെ ആയിരിക്കും. ഇങ്ങനെ ബൗൺസ് ആയി വരും. അടുത്തതായി മലയാളികൾ ചെയ്യുന്ന അടുത്ത തെറ്റാണ് കാശ് വെറുതെ വയ്ക്കുന്നു. മിക്കവരും തങ്ങളുടെ സാമ്പത്തികം പണമായി കയ്യിൽ സൂക്ഷിക്കുന്നു. നോട്ട് അസാധുവാക്കൽ സമയത്ത് പലരും പരിഭ്രാന്തരായത് അതുകൊണ്ടാണ്. എല്ലാവരും അവരുടെ വീടുകൾ ധാരാളം പണം വെറുതെ സൂക്ഷിച്ചിരിക്കുന്നു. നിങ്ങളുടെ സമ്പാദ്യം വീട്ടിൽ അലമാരയിലോ പെട്ടിയിലോ പണമായി സൂക്ഷിക്കുന്നത് ബുദ്ധിയല്ല. അതിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ലഭിക്കില്ല. കാലക്രമേണ രൂപയുടെ മൂല്യം കുറയുന്നു എന്ന കാര്യം മിക്ക ആളുകളും കണക്കിലെടുക്കുന്നില്ല. ഈ രൂപയുടെ മൂല്യം കുറയുമെന്ന് പറയാൻ കാരണം, പണ്ട് നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാം, പണ്ട് ഒരു 4 സെന്റ് സ്ഥലം വാങ്ങിക്കാൻ, അതായത് ഒരു 30 വർഷം മുമ്പേയൊക്കെ ഒരു 4 സെന്റ് സ്ഥലം വാങ്ങിക്കാൻ 600 രൂപ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇന്ന് അതിന്റെ സ്ഥിതി അങ്ങനെയല്ല. അതായത് സമയത്തിന് ഒത്തവണ്ണം പണത്തിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മൾ തിരിച്ചറിയണം. പണ്ട് 650 രൂപ എന്ന് പറയുന്ന വലിയ മൂല്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 600 രൂപ എന്ന് പറയുന്ന മൂല്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് 4 സെന്റ് സ്ഥലം വാങ്ങിക്കാൻ പറ്റുമായിരുന്നു. ഇന്ന് വാങ്ങിക്കാൻ പറ്റുമോ? ഇന്ന് റൂറൽ ഏരിയയിലൊക്കെ ആണെങ്കിൽ 4 സെന്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 7 ലക്ഷം രൂപയെങ്കിലും കൊടുക്കണം. അപ്പോൾ 7 ലക്ഷം ഇവിടെ കിടക്കുന്നു, 250 രൂപ ഇവിടെ കിടക്കുന്നു. അപ്പം പണത്തിന്റെ മൂല്യം ഓരോ കാലം കഴിയും തോറും മാറിക്കൊണ്ടിരിക്കും. പണം സേവ് ചെയ്യുന്ന ആൾക്കാർ, ബാക്കപ്പ് ഓപ്ഷൻ വേറെ, അല്ലെങ്കിൽ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് ഈ സേവിങ്സിൽ പെടുന്ന കാര്യമല്ല. പണം സേവ് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും ലിക്വിഡ് മണി ആയിട്ട് സേവ് ചെയ്ത് വയ്ക്കരുത്. അതിന് പകരം ആ പണം ഗോൾഡിന്റെ രൂപത്തിലോ പ്രോപ്പർട്ടിയുടെ രൂപത്തിലോ ഉപയോഗിക്കുക. പണം സേവ് ചെയ്യുന്ന ആൾക്കാർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ഫിക്സ്ഡ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക, ഫിക്സ്ഡ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് പലിശ ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കാലത്തിനനുസരിച്ച് സമയം കൂടുന്തോറും പണത്തിന്റെ മൂല്യം കുറഞ്ഞു വരുമെന്നുണ്ടെങ്കിലും ഈ പലിശ കൂടിക്കൊണ്ടിരിക്കും. അല്ലാത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിൽ ഇടുക. ലംസം ആയിട്ട് ഇടാൻ പറ്റും, അല്ലാതെയും ഇടാൻ പറ്റും. അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് ഒരു ബെറ്റർ ഓപ്ഷനാണ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ്. ഇപ്പൊ കാശ് വെറുതെ കൊണ്ട് അലമാരക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വർഷം കഴിയുമ്പോൾ അതിന്റെ മൂല്യമൊന്നും ഇല്ലാതാവും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെട്രോളിന്റെ ഒരു കാര്യം പറഞ്ഞുതരാം. പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ 1 ലിറ്റർ പെട്രോളിന് 45 രൂപ 50 രൂപ അതൊക്കെ കൊടുത്താൽ മതിയായിരുന്നു. AK ആന്റണിയുടെ സമയത്തൊക്കെ ആണെങ്കിൽ പെട്രോൾ അടിച്ചിരുന്നത് 50 രൂപയ്ക്കാണ് 1 ലിറ്റർ പെട്രോൾ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഏകദേശം 100 രൂപയ്ക്ക് അടുത്ത് നിൽക്കുകയാണ് എക്സ്ട്രാ പ്രീമിയം പോലെയുള്ള പെട്രോൾ അടിക്കാനാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അന്നത്തെ 50 രൂപ ഉപയോഗിച്ച് ഇന്ന് നമുക്ക് പെട്രോൾ വാങ്ങിക്കാൻ പറ്റുന്നില്ല, 1 ലിറ്റർ പെട്രോൾ വാങ്ങിക്കാൻ പറ്റുന്നില്ല. ഇതുപോലെ തന്നെ പല കാര്യങ്ങളും, പലത്തിന്റെ സാധനങ്ങളുടെ വിലയ്ക്ക് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കൊണ്ട് പണം ലിക്വിഡ് മണിയായിട്ട് വെക്കുന്നതിന് പകരം, ബാങ്കിൽ വെറുതെ ഇടുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ചെയ്യുക. സേവിങ്സ് അക്കൗണ്ടിൽ കൊണ്ട് വെറുതെ പണം ഇട്ട് വെച്ചിട്ട് ഒരു പ്രയോജനമില്ല. പണം ഫിക്സ് ചെയ്താലേ പ്രയോജനമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മ്യൂച്വൽ ഫണ്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ സ്വർണ്ണം വാങ്ങിക്കുക. സ്വർണ്ണത്തിന് പ്രത്യേകതയുണ്ട്. സ്വർണ്ണത്തിന് വില കൂടിയും കുറഞ്ഞ് നിൽക്കുമെന്നുണ്ടെങ്കിലും എപ്പോഴും കൂടിയിട്ട് കുറച്ച് മാത്രമേ കുറയുള്ളൂ. അഥവാ ഇതുപോലെ ഏതെങ്കിലും മാസം ഈ സ്വർണത്തിന്റെ മൂല്യം കുറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത മാസം ഈ കുറഞ്ഞതുപോലെ 2 ഇരട്ടി കൂടുകയും ചെയ്യും. 19,000 രൂപയ്ക്കാണ് ഒരു പവൻ സ്വർണം വാങ്ങിച്ചത്. ഇന്ന് അതിന്റെ മൂല്യം എവിടെ നിൽക്കുന്നു? ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന ഡേറ്റിൽ, അതായത് ജൂലൈ 1, 2024 ഒരു പവൻ സ്വർണത്തിന് ഇവിടെ 53,000 രൂപ കൊടുക്കണം. അപ്പൊ ഇതാണ് അതിന്റെ സിറ്റുവേഷൻ. പിന്നെ പണിക്കൂലി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ട് 19,000 രൂപയ്ക്ക് കിട്ടിയ ആ സംഭവമാണ് ഇപ്പോൾ 53,000 രൂപയായി മാറിയത്. കഴിഞ്ഞ മാസം സ്വർണത്തിന്റെ ജൂണിൽ കുറഞ്ഞു വന്നു, പക്ഷെ അതുപോലെ ഇപ്പോൾ കൂടിയിട്ടുമുണ്ട്. അതുകൊണ്ട് വെറുതെ കൊണ്ട് പൈസ വയ്ക്കുന്നതിന് പകരം ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണം വാങ്ങിച്ച് വീട്ടിൽ വെക്കുക എന്നല്ല അർത്ഥം. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ചില സ്കീമുകളുണ്ട്. ബാങ്കിൽ പോയാൽ അത് പറഞ്ഞു തരും. ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സ്കീമുണ്ട്. സ്വർണം ആഭരണത്തിന്റെ മോഡൽ സ്വർണ്ണം കൊണ്ട് അലമാരയ്ക്ക് വയ്ക്കുന്ന കാര്യമല്ല അത്. ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ പറ്റും. ഈ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് റിസർവ് ബാങ്കിന്റെ കൺട്രോളിൽ വരുന്നതാണ്. അതുകൊണ്ട് അതിനകത്ത് ആർക്കും ഫ്രോഡ് കാണിക്കാനൊന്നും പറ്റൂല. അതുകൊണ്ട് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സ്വർണം വാങ്ങിച്ച് അല്ലാതെ വെക്കുന്നത് നല്ലതാണ്. ഈ ക്യാഷ് കൊണ്ടൊന്നും വെറുതെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും വളരില്ല. കാലത്തിനനുസരിച്ച് അതിന്റെ മൂല്യം കുറഞ്ഞു വരും. പിന്നെ അടുത്ത തെറ്റാണ് നിക്ഷേപങ്ങളിലെ കാലതാമസം. സാധാരണക്കാർ വളരെ വൈകിയാണ് നിക്ഷേപം തുടങ്ങുന്നത്. ചെറുപ്പക്കാർ അവരുടെ വരുമാനം മുഴുവനും വിനോദത്തിനായി ചെലവഴിക്കുന്നു. ഇവിടെയാണ് മിക്ക ആളുകൾക്കും തെറ്റുപറ്റുന്നത്. ഉദാഹരണത്തിന് ഒരു യുവാവ് 25 വയസ്സിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ എല്ലാ മാസവും 100 രൂപ നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ വിരമിക്കുന്ന സമയത്ത് അയാൾക്ക് 1 കോടി രൂപയുടെ ഫണ്ട് ഉണ്ടായിരിക്കും. എന്നാൽ നിങ്ങൾ നിക്ഷേപിക്കാൻ വൈകുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരിക്കലും പണം ഉണ്ടാകില്ല. നിങ്ങൾക്ക് ജീവിത അവസാനം വരെ പണത്തിനായി പണിയെടുക്കേണ്ടി വരും. ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ എന്ത് ചെയ്യണം? സമയം താമസിക്കുന്നതിന് മുമ്പേ നിക്ഷേപം ആരംഭിക്കുക. പല ഓപ്ഷനുണ്ട്. ബാങ്കുകളിൽ പല ഓപ്ഷനുണ്ട് നിക്ഷേപിക്കാൻ. സേവിങ്സ് എന്ന് പറയുന്ന സംഭവം വേറെയാണ്, നിക്ഷേപം എന്ന് പറയുന്നത് വേറെയാണ്. അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. അപ്പം അങ്ങനെ ലഭിക്കാൻ ഇപ്പോഴേ പ്രയത്നിക്കുക. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.